ഗായ്സ്, അപ്പോൾ ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കാവിൽ ലക്ഷാദീപം കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് അതിൽ എണ്ണയും തിരിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറേ സ്റ്റാൻഡുകൾ ഇങ്ങനെ നിരത്തി മുകളിൽ വെച്ച പോലെ തന്നെ താഴത്തെ അമ്പലത്തിൽ ഇത് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്ക്. പിന്നെ അതേ ഞങ്ങളുടെ ഗ്യാങ്ങിൽ എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളവർ വെച്ചിട്ടാണ് പോയത്. അങ്ങനത്തെ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ നേരെ മുകളിലേക്ക് തന്നെ കയറി. പിന്നെ ഇത് ഞങ്ങൾക്ക് കത്തിക്കാനായിട്ട് അവിടെ ചേരാതുള്ള തിരിയിട്ട് എണ്ണയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ചെണ്ണം എടുത്ത് ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് റോക്കിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കത്തിക്കുമ്പോൾ ഒരുപാട് ഉറുമ്പിന്റെ കടിയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സഹിച്ചിട്ടാണ് ഞങ്ങൾ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയി നിൽക്കാൻ കേട്ടോ കത്തിക്കാൻ. അങ്ങനെ കത്തിച്ച് താഴെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താഴെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഇവിടെ നിരന്നിരുന്നിട്ടാണ് കേട്ടോ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് എല്ലാ റോയും കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ മോള് പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മോള് പോയിട്ട് എടുത്തപ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ മോള് കയറി ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ താഴ്ത്തുന്ന ഇതേ ഒരു സാധനം ടാറ്റ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വിളക്കോളുടെ ഇടയിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നേ. പിന്നെ നമ്മുടെ പിള്ളേരുടെ കൂടെയുള്ള വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഞാനിത് തൊഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിപ്പോൾ വരിയിൽ നിൽക്കുകയാണ് കേട്ടോ തൊഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് പ്രസാദം വാങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ ഇത് അമ്പലത്തിന്റെ ഉള്ളിൽ ചുറ്റിൽ ഇതുപോലത്തെ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ദീപാരാധന കഴിഞ്ഞിട്ടുള്ള കൊട്ടുണ്ടായിരുന്നേ. അവിടെ കൊട്ട് കഴിഞ്ഞിട്ട് തേങ്ങ എറിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടാതെ സസ്യമായിട്ടാണ് കേട്ടോ ഒരാൾ വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് അവിടെ പായസം കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ കിട്ടാത്തതിന്റെ സങ്കടം അവൾ ആദ്യം തന്നെ പോയിട്ട് പായസം വാങ്ങി തീർത്തിട്ടുണ്ട്. അങ്ങനത്തെ ഞാനും പോയി വാങ്ങിച്ചു കേട്ടോ പായസം. നല്ല അടിപൊളി പായസമാണ്. സാധാരണ ഞാൻ കാവന്ന് കിട്ടുന്ന പായസം ഒന്നും അങ്ങനെ കുടിക്കാത്തതാണ്, പക്ഷേ ഈ പായസം എനിക്ക് എന്തോ നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ എല്ലാവരും നിന്ന് അത് ആസ്വദിച്ച് കുടിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അന്നേരം വീട്ടിൽ പോട്ടെ. ബൈ ബൈ.